Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറി ആട്ടോ. എന്താണെന്നറിയോ? കുടംപുളി ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറി. വളരെ ടേസ്റ്റി ആട്ടോ ഈ കറി. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ചിക്കൻ ആണെന്ന് പറയത്തൊന്നുമില്ല. അത് ചെമ്മീൻ തീയിലൊക്കെ വെക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് അതിന്. എപ്പോഴും ഗരം മസാലയൊക്കെ ചേർത്തിട്ടല്ലേ നമ്മളൊരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇന്നൊരു കുടംപുളി ചേർത്തിട്ടൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊരു 12 പീസോളം ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു വലിപ്പത്തിലാട്ടോ മുറിച്ചെടുത്തേക്കണത്. ഇതുപോലെ ഒരുപാട് വലുതാക്കുകയും വേണ്ട, ഒരുപാട് ചെറുതാക്കുകയും വേണ്ട, ഒരു മീഡിയം സൈസിൽ ഇത് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലിയോ എന്തുവേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുറച്ച് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കണക്കെ 15 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വെക്കാം. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് ഒരു ചെറിയ സവാള, ഒരു ചെറിയ സവാള കേട്ടോ, ഒരുപാട് വലുതിൻ്റെ ആവശ്യമില്ല, ഈ വലിപ്പമുള്ളത്. ഒരു പച്ചമുളക്, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. സവാള ആദ്യം, സവാളയുടെ ഈ ഒരു ഭാഗമുണ്ടല്ലോ അതൊന്ന് മുറിച്ച് കളയാം. അപ്പോൾ അതും മുറിച്ച് കളയുമ്പോഴത്തേക്ക് നമുക്ക് സവാളയൊക്കെ ഇങ്ങനെ ഓരോരോ ഇതളുകളായിട്ട് കിട്ടും. ഇച്ചിരി വലുതായിട്ട് തന്നെ അരിഞ്ഞോ, കുഴപ്പമില്ല കേട്ടോ. നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് കണക്കെ. അപ്പോൾ സവാള അരിഞ്ഞിട്ട് മാറ്റി വെക്കാം. അതുപോലെ പച്ചമുളക് ഒന്ന് 2ആയിട്ട് കീറിയിടാം. പിന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ ചെറുതാക്കി ഒന്ന്, ഒരുപാട് ചെറുതാക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം. ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ഒന്ന് എല്ലായിടത്തും ഒന്ന് പറ്റിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചിക്കൻ വറുത്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഈ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വെച്ചാൽ മതി, ഒരുപാട് മൂത്ത് പോകണ്ട. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യത്തില്ല, അത് കണക്കൊന്ന് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടേച്ചാൽ മതി. ഇതൊന്ന് നമ്മൾ കറി വെക്കുമ്പോൾ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കുറച്ച് വെക്കാം. ഒരു ഇരുമ്പിച്ചീഞ്ചട്ടിയാണിത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞാൽ ഇത് മറിച്ചിടാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെറുതായിട്ടൊന്ന് വാടി വെച്ചാൽ മാത്രം മതി. ഇതൊന്ന് മറിച്ചിടാൻ. ഇത് ചിക്കനാകുമ്പോൾ മീൻ വേകുന്ന പോലെ പെട്ടെന്ന് വേഗത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് വേകാനും കൂടി ആട്ടോ ഇതുപോലെ ഇങ്ങനെ ചിക്കൻ വറുത്തെടുക്കണത്. വേറെ കിടക്കട്ടെ, ഒന്ന് വാടി വരട്ടെ കേട്ടോ. ഇപ്പോൾ ചിക്കനൊന്ന് മൂത്തിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ചെയ്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് വാടിയിട്ടേ ഉള്ളൂ. ഇത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് കണക്കെ. ഇനി ഈ എണ്ണയിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉലുവ ഇടുകയാണ്. ഇപ്പോൾ ഉലുവ ഒന്ന് പൊട്ടുന്നുണ്ട്. ഉലുവ പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചേക്കണ ഇഞ്ചി ചേർക്കാം. പച്ചമുളക്, സവാള. ഇത് നല്ലപോലെ വഴന്നു വരണം കേട്ടോ. ആ ഒരു സവാളയുടെ ഒരു പച്ച ചൊവയൊക്കെ പോകുന്നത് വരെ ഇത് നമ്മൾ സവാള എണ്ണയിൽ ഇട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഫസ്റ്റിലെ ചേർത്ത് ആ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാട്ടോ
ഉണ്ടാക്കണം. ആദ്യം ചിക്കൻ വറുത്തു, അതിന് ശേഷം ആ എണ്ണ അതിൽ നിന്ന് കോരിയ ശേഷം അതിലേക്കാണ് ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ വഴറ്റുന്നത്. ഇപ്പോൾ സവാള വഴന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, സവാള ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ല സോഫ്റ്റായി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇറക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടിയുടെ ഒരു പച്ച മണം പോകുന്നത് വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. ഞാൻ മുളക് പൊടി സാധാ മുളക് പൊടി ഇട്ടിരിക്കുന്നത്. കാശ്മീരി ചില്ലി വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം. കാശ്മീരി ചില്ലി ചേർക്കുമ്പോഴത്തേക്ക് കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും. ഓൾറെഡി നമ്മൾ ചിക്കനിലും മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഇതിലും മുളക് പൊടി പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു പച്ചമുളക് കൂടെ ചേർക്കാം. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ്. ഇതിനകത്ത് ഒരുപാട് എണ്ണ ചേർക്കാത്തതുകൊണ്ടാട്ടോ ഇതിൻ്റെ അകത്ത് എണ്ണ അധികം കാണാത്തത്. പൊടിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം. ഇനി ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ഈ സവാളയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ചട്ടിയിലേക്ക് ഒഴിക്കണേ കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ ബൗളൊന്ന് കഴുകി ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിത് ബൗൾ കഴുകി ഒഴിക്കുന്നത്. ഇനി സ്റ്റവ് ഓൺ ആക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ഗ്രേവിക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ഒരു കഷ്ണം കുടംപുളി. അപ്പോൾ പുളി ചേർക്കുമ്പോൾ നമ്മൾ എത്ര പുളി വേണമെന്ന് വെച്ചാൽ ആ പുളിയുടെ ആവശ്യത്തിന് പുളി ചേർക്കാം കേട്ടോ. അപ്പോൾ പുളിയുടെ കണക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല, ഓരോ പുളിയും ഓരോ ടൈപ്പാട്ടോ. അപ്പം ഈ പുളി ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചിരുന്നതാണ്. ഇത് കഴുകിയതാണ് കേട്ടോ. ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണത്. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് നല്ല ലോ ആക്കുക. ലോ ആക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ആയതുകൊണ്ടാണ് കേട്ടോ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വേവിക്കുന്നത്. ഇപ്പം ഓൾറെഡി ഇത് ഹാഫ് കുക്കാണ് ചിക്കൻ. ഇനിയിപ്പോൾ ഈ മസാലയിലും കൂടെ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണത്. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കറി എന്തായി നോക്കാം. ഗ്രേവിയൊക്കെ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിങ്ങനെ കുറച്ച് സമയം ആ ചട്ടി തന്നെ ഇരിക്കട്ടെ. ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒഴിച്ചേക്കുന്ന എണ്ണയും മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് കയറി പിടിക്കും കേട്ടോ. അപ്പോൾ ഇനി അത് ഒരു 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പം, ഇടിയപ്പം, പുട്ട് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാട്ടോ. ഇപ്പം നമ്മൾ എപ്പോഴും ഗരം മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതിന് പകരം ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ കുടംപുളി ഇട്ടിട്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.